സർ, ഇവള് വീട്ടുജോലിക്കാരിയാ. ഇവളുടെ പേരിൽ കേസുകളും മറ്റും ഉണ്ട്. ഇവളെ ഒരു ക്രിമിനലാ. ജൂലിയറ്റ് ഒരു ക്രിമിനലാണോ? നമ്മുടെ മനസ്സ് സഹജീവികളോട് കനിവുള്ളതായിരിക്കണം. കലയുള്ളിടത്ത് കാടത്തം കടന്നുവരില്ലെന്നാണ് ചൊല്ല്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ കലയ്ക്കുള്ള അവസരം കൂടി ഒരുക്കുകയാണ്. ഇന്നിവിടെ നാടകകൃത്തും പ്രസിദ്ധ സാഹിത്യകാരനുമായ കുരീക്കോട് മധുസാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയും. അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ. വെൽക്കം സാർ. കുട്ടികളെ, ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഈ നാടകം അരങ്ങിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഒരു കലാകാരനും കലാകാരിക്കും കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും. നിശാന്തേ, നീ ആരെയും നോക്കുന്നേ? എന്റെ നാട്ടു ചെമ്പരത്തിയെ. ചെമ്പരത്തിയോ? അതാരാ? ഓ, ദാവണി അണിഞ്ഞ ചെമ്പരത്തി, നമ്മുടെ കല്യാണി. ഒന്ന് പുറത്ത്. റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം ഇക്കൂട്ടത്തിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സർ, ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. വായിക്കാത്തവർ ഈ കൃതി നിർബന്ധമായും വായിക്കണം. ഈ പ്രായത്തിലല്ലാതെ എല്ലാരും ഇതൊക്കെ എന്ന് വായിക്കാനാ? ഈ കഥയുടെ ആത്മാവ് ഇതിലെ നായികയാണ്, അതായത് ജൂലിയറ്റ്. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ജൂലിയറ്റായി സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. സർ, എന്റെ സങ്കല്പത്തിൽ ഇവള് ജൂലിയറ്റിന് കറക്റ്റാ. കുട്ടി റോമിയോ ആൻഡ് ജൂലിയറ്റ് വായിച്ചിട്ടുണ്ടോ? ഇല്ല സർ. അതുകൊണ്ടാണ് താൻ ഈ കുട്ടിയെ സജസ്റ്റ് ചെയ്തത്. ഇവള് സുന്ദരിയാണ്, പക്ഷേ ഇവള് ജൂലിയറ്റ് അല്ല. ജൂലിയറ്റ് സുന്ദരിയാണ്, പക്ഷേ ആ സൗന്ദര്യത്തിന്റെ പ്രത്യേകത മുഖത്തെ നിഷ്കളങ്ക ഭാവമാണ്. കുട്ടിയും സുന്ദരി തന്നെയാണ്, പക്ഷേ മുഖത്ത് നിഷ്കളങ്ക ഭാവമില്ല. ഞാൻ ഈ കുട്ടി അഹങ്കാരി എന്ന് വിളിക്കുകയല്ല. ഈ കുട്ടിയുടെ കണ്ണിൽ ആത്മവിശ്വാസവും അഹന്തയും തന്റെ ഇടവും പ്രകടമാണ്. എന്നാൽ ജൂലിയറ്റ് നിഷ്കളങ്കയാണ്, ശാലീന സുന്ദരി, പ്രണയത്തിന്റെ പര്യായം. എക്സ്ക്യൂസ് മീ സർ. കുട്ടി ഇവിടേക്ക് വരൂ.
ഈ കുട്ടിയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? ഇവൾ നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. ഈ നാടകം ചെയ്യാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും പറ്റിയ കുട്ടി ഇവളാണ്. ഈ കോളേജിൽ ഇപ്രാവശ്യം അവതരിപ്പിക്കുന്ന നാടകത്തിൽ തനിക്ക് ജൂലിയറ്റായി അഭിനയിക്കാൻ പറ്റുമോ കുട്ടി? അയ്യോ, എനിക്ക് അഭിനയിച്ച പരിചയമില്ല സർ. അതൊന്നും ശീലമില്ലാത്തവളാ ഞാൻ. സർ, ഇവള് വീട്ടുജോലിക്കാരിയാ. ഇവളുടെ പേരിൽ കേസുകളും മറ്റും ഉണ്ട്. ഇവളെ ഒരു ക്രിമിനലാ. ജൂലിയറ്റ് ഒരു ക്രിമിനലാണോ? സാറേ, അതെല്ലാം കള്ളക്കേസാ. അതെ സർ, പോലീസ് അതൊക്കെ തിരിച്ചറിഞ്ഞ് കല്യാണി വെറുതെ വിട്ടതാ. അനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അഭിനയിക്കാൻ കഴിയൂ. ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞത്? മറ്റു മേഖലകളിൽ ഈ പറഞ്ഞതെല്ലാം കുറവുകളായി പരിഗണിക്കും. എന്നാൽ അഭിനയ രംഗത്തേക്ക് വരുമ്പോ ഇതെല്ലാം ഒരു കലാകാരിക്ക് മുതൽക്കൂട്ടാണ്. ഈ അനുഭവങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നടിക്ക് ഏറെ തിളക്കം നൽകാൻ പറ്റും. കുട്ടി അഭിനയ രംഗത്തേക്ക് വന്ന കലാരംഗത്തിന് അത് ഒരു മുതൽക്കൂട്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനൊരു നടിയല്ല സർ. ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സാധാരണ പെൺകുട്ടിയാ. എങ്ങനെയെങ്കിലും പഠിത്തം പൂർത്തിയാക്കി നല്ല രീതിയിൽ എത്തണമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലും മറ്റൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല സർ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വേഷം വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. പക്ഷേ താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കൂ. ദേ, അവിടെ പോയിരുന്നുള്ളൂ.